പോകുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കറിയാമോ എവിടെ പോകണം. നിങ്ങൾക്ക് മനസ്സിലാക്കോ? ഇനി പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞതുപോലെ പോകുന്ന വഴി കാണാമെന്ന് പറഞ്ഞത് പോകുന്ന വഴി തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് പാച്ചല്ലൂർ ശ്രീഭദ്രകാളിയുടെ കുത്തിയോട്ട എഴുന്നള്ളത്ത് കാണാനാണ് ഞങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ഇട്ട വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ കുത്തിയോട്ടത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോയും അതുപോലെ തന്നെയാണ്. അപ്പം ഈ വീഡിയോയും പറഞ്ഞത് ശനിയാഴ്ച തന്നെയാണ്, വേറൊരു മാറ്റവുമില്ല. അങ്ങനെ ഞാൻ പതിവ് പോലെ ഞങ്ങൾ അമ്പലത്തിൻ്റെ സൈഡിലെത്തി വണ്ടി പാർക്ക് ചെയ്തു. അങ്ങനെ ചുറ്റുമുള്ള കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടി വീഡിയോ ഓണാക്കി നോക്കുന്നത്. അങ്ങനെ ഞാൻ ഫ്രണ്ട് ക്യാമറ ഓണാക്കി നോക്കി. അപ്പോൾ ഫ്രണ്ട് ക്യാമറ ഓണാക്കി നോക്കിയപ്പോൾ ചാട്ടൻ പറഞ്ഞു, നീ ഫ്രണ്ട് ക്യാമറയാണ്, ബാക്ക് ക്യാമറ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളെല്ലാം ശരിയാക്കിയിട്ട് നടന്ന് പോകുന്ന വഴിക്ക് ചേട്ടൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണുന്നുണ്ട്. അവരൊക്കെ എൻ്റെ യൂട്യൂബിനും കുറച്ച് ഫേസ്ബുക്കിനും കുറച്ചൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും അഭിപ്രായം പറയുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എല്ലാവരും കാണുന്നുണ്ടല്ലോ എന്നറിയാം. അങ്ങനെ ഞങ്ങൾ ഉത്സവം കാണാൻ വേണ്ടി ഒരു സൈഡിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അങ്ങനെ കണ്ടില്ല, ചെണ്ടമേളം വരുന്നുണ്ട്, കുത്തിയോട്ടക്കാർ വരുന്നുണ്ട്. പിന്നെ കുത്തിയോട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ദേവി എഴുന്നള്ളത്തിനായിട്ട് വരുന്നത്. കുറേ ചെണ്ടമേളത്തിൻ്റെ ടീമുണ്ടായിരുന്നു, 3-4 ബാച്ചുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് കഴിഞ്ഞ് വാദ്യഘോഷ അകമ്പടിയോടെ ദേവിത പുറത്തോട്ട് വരുന്നതാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ ദേവിയുടെ കൂടെ കുറച്ച് ദൂരം അങ്ങ് പോയി. ദേവിയുടെ കൂടെ അങ്ങ് കുറച്ച് ദൂരം അങ്ങ് പോകുന്നുണ്ട്. കുറേ ദൂരം പോയതിന് ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങൾ അടുത്ത കാണുന്നത്. അടുത്ത് നമ്മൾ കുറേ ദൂരം അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോൾ ദേവി ഫ്രണ്ടിലോട്ട് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്.
നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് അല്ല നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ കുറേ ദൂരം ഫ്രണ്ടിലോട്ട് പോയിട്ട് തിരിച്ച് പോകുന്ന വഴിക്കാണ് തട്ടം ഉണ്ട്, ദേവിയെ സ്വീകരിക്കുന്ന തട്ടമുണ്ട്. കുത്തിയിട്ട പിള്ളേർ കണ്ടില്ലേ, കുത്തിയിട്ട പിള്ളേരും ഫ്രണ്ടിലോട്ട് പോകുന്നതാണ്. ഞങ്ങൾ കുറേ ഫ്രണ്ടിലോട്ട് പോയിട്ടാണ് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോകുന്നത്. ഇപ്പം ദേവി പോകുന്ന സ്ഥലത്തൊക്കെ ചില സ്ഥലത്തൊക്കെ ദേവിയെ സ്വീകരിക്കുന്ന അതിനിടയിൽ ഈ നടന്ന് തളർന്ന് വരുന്ന ആൾക്കാർക്ക് വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ദേവി നടന്ന് പോകുന്നതുണ്ട്. അപ്പം നിങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്താ ആറ്റുകാൽ പൊങ്കാലൊക്കെ വന്ന് എല്ലാവരും പൊങ്കാല ഇടാൻ പോകുന്നുണ്ടോ, അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ പറയണം. എല്ലാവരും ഒരു പ്രത്യേക സ്നേഹത്തോടെ ഞാൻ ടാറ്റ പറയുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഇനി അടുത്ത ശനിയാഴ്ച കാണുന്നത് വരെ see you.